എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു ഗ്രീൻ പീസിൻ്റെ സ്റ്റൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുട്ടയുടെ സ്റ്റൂ ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ അപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ ഇട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വഴട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എല്ലാം കൂടി ഇട്ടിട്ട് വഴട്ടിയെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ നമ്മൾ ഇടുമ്പോൾ ഇത് തേങ്ങയുടെ കട്ടി കുറഞ്ഞ പാല്, അതായത് 2ാം പാലിലാണ് നമ്മൾ ഈ ഒരു പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുത്തതിന് ശേഷം നന്നായിട്ട് നേർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതും ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാകും, അപ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റൂ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ പച്ചമുളകാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചമണം ഉണ്ടാകും നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞതാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. അപ്പോൾ സവാള ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ള കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ട കൂടി ഇട്ടിട്ട് ഇത് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി, അതായത് തേങ്ങാപ്പാലിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ നല്ല കട്ടിയിലുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇനി അധികം തിളപ്പിക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊന്നും ചേർക്കില്ല, അതുപോലെ തന്നെ കടുകും വറക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള മുട്ട കൊണ്ടുള്ള സ്റ്റൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്